الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله أشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. നമ്മൾ വൈറു മുൻസരിഫിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി പുതിയൊരു ഫസ്ലാണ്. ഫസ്ലുൻ, ചെറിയൊരു ഫസ്ല്. ഇതിന്റെ ചുരുക്കം നാടുകളുടെ പേര്, നാടിന്റെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര്, ആ സ്ഥലത്തിന്റെ പേരുകളെ ഗൈറു മുൻസരിഫും ആക്കാം, മുൻസരിഫും ആക്കാം. ഗൈറു മുൻസരിഫും ആക്കാം, മുൻസരിഫും ആക്കാം. അതെങ്ങനെയാ? നാടിന് രണ്ട് രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും. മൗലിഅ് എന്ന് പറയാം. മൗലിഅ് എന്ന് പറഞ്ഞാൽ സ്ഥലം. അതും ഒരു നാട് എന്നുള്ള അർത്ഥം കിട്ടുന്ന അറബി പദമാണ്. മറ്റൊന്ന് ബുഖഅത്ത് എന്നും പറയും. ബുഖഅത്ത് എന്ന് പറഞ്ഞാലും സ്ഥലം തന്നെ അർത്ഥം. അപ്പോ ഒരു നാടിന്റെ പേര് എന്ന് പറഞ്ഞാൽ അത് മഅരിഫ ആയിരിക്കുമല്ലോ. ഒരു നാടിന്റെ പേര് ആ നാടിന്റെ ഐഡന്റിറ്റിയാണ്. അതൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പേരാണ്. അപ്പോൾ ഒരു പൊതുവായ ഒന്നല്ല, പിരിഞ്ഞുണ്ടായതാണ്. മഅരിഫയാണത്. മഅരിഫ അതുപോലെ ഈ ബുഖഅത്ത് എന്ന് സങ്കല്പിക്കുമ്പോൾ ആ നാടിന്റെ പേരിന് നമ്മളൊരു ബുഖഅത്ത് എന്ന ഒരു പദത്തിന്റെ മേൽ ചുമത്തിക്കൊണ്ട് അപ്പൊ രണ്ട് ഫറയ്യത്ത് അവിടെ വരും. ഒന്ന് മഅരിഫയും തഅനീസും വരും. മഅരിഫയും തഅനീസും വന്നു കഴിഞ്ഞാൽ രണ്ട് ഫറയ്യത്ത് വന്ന് ആ നാടിനെ ഗൈറു മുൻസരിഫാക്കാം. ഇനി മൗലിഅ് എന്നതിന്റെ മേലാണ് ചുമത്തുന്നത് എങ്കിൽ മൗലിഅ് മുദക്കറാണല്ലോ. ബുഖഅത്തില് തഅനീസിന്റെ താ ഉണ്ട്, മൗലിഅയിൽ താ ഇല്ല, മുദക്കറാണത്. അപ്പൊ മുദക്കറായ ഒരു നാടിന്റെ സ്ഥാനത്തിലേക്ക് ചുമത്തിക്കൊണ്ട് അപ്പോഴും മഅരിഫ അവിടെ ഉണ്ട്. ഒറ്റ കാരണേ അവിടെ ഉണ്ടാവുള്ളൂ, ഫറയ്യത്ത് ഉണ്ടാവുന്നുള്ളൂ. ഏത്? മഅരിഫ എന്നുള്ളത്. എന്തുണ്ടാകുന്നില്ല? മുഅന്നസ് എന്നുള്ള കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളോ 9 ഫറയ്യകളിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവണില്ല. അപ്പൊ അവിടെ മുൻസരിഫാക്കുകയും ചെയ്യാം. മനസ്സിലായോ? ഒന്നുകൂടി പറയണം. എവിടെ നിത? നമ്മൾ പറഞ്ഞു രണ്ട് കാരണങ്ങൾ ഉണ്ടെങ്കിലാണ് ഗൈറു മുൻസരിഫാക്കുക. അപ്പൊ ഒരു നാടിന്റെ പേരില് മഅരിഫ എന്ന് പറയുന്ന ഒരു കാരണമുണ്ട്. പിന്നെ ഒന്ന് തഅനീസ് എന്ന കാരണം വരുന്ന സമയത്ത് ഗൈറു മുൻസരിഫാക്കും. തഅനീസ് ഇല്ലാതിരിക്കുന്ന സമയത്ത് മുൻസരിഫാക്കും, സർഫാക്കും എന്നർത്ഥം. ഇതാണ് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ നോക്കണേ. ഫസ്ലുൻ വ ലക, നിനക്ക് അനുവദനീയമാണ്, ഫി അസ്മാഇൽ ബുൽദാനി, നാടുകളുടെ പേരിൽ, നാടുകളുടെ പേരുകളിൽ അനുവദനീയമാണ്, അൻ തസ്രിഫഹ, നീ അതിനെ സർഫാക്കലും. കുറച്ച് താഴെ കാണാം എന്ത്? സർഫാക്കൽ അനുവദനീയമാണ്. ഇതിന് ശേഷം പറയും എന്ത് ചെയ്യാം, സർഫാക്കാതിരിക്കുകയും ചെയ്യാന്ന് പറയാം. അതാ വലക്ക അല്ലാ തസ്രിഫഹ. ഇവിടെ കണ്ണുങ്ങള് വലക്ക അല്ലാ തസ്രിഫഹ. ഗൈറു മുൻസരിഫും ആക്കാം, മുൻസരിഫും ആക്കാം. ആദ്യം പറയുന്നത് മുൻസരിഫാക്കാം എന്നുള്ളതാണ്.
വ ലക നിനക്ക് അനുവദനീയമാണ്, ഫി അസ്മാഇൽ ബുൽദാനി നാടുകളുടെ പേരിൽ അനുവദനീയമാണ്, അൻ തസ്രിഫഹ ആ പേരുകളെ ആ നാടുകളെ മുൻസരിഫായിട്ട് ഉപയോഗിക്കാം, തൻവീനുള്ള ജറോട് കൂടെ ഉപയോഗിക്കാം. ഞാൻ ഇതുപോലെ വാസിത്തിൻ, വാസിത്ത് എന്ന സ്ഥലം പോലെ, അത് ഇറാഖിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് വാസിത്ത്. അതെങ്ങനെയാ അങ്ങനെ ചുമത്തുന്നത്? ഹംലൻ അലൽ മൗദിഇ സ്ഥലത്തിന്റെ മൗദിഇ എന്നതിന്റെ മേൽ ചുമത്തിക്കൊണ്ട്. മൗദിഇ എന്നുള്ളത് വഹുവ മുദക്കർ, അത് മുദക്കറ. അപ്പൊ മുഅന്നസ് ആണെങ്കിലാണ് മറ്റൊരു കാരണം ഉണ്ടാവുള്ളൂ. മുദക്കർ എന്നുള്ളത് കാരണമല്ല, ഒരു മുൻസരിഫാകാനുള്ള കാരണമല്ല. അപ്പൊ മുദക്കറിന്റെ മേൽ ചുമത്തിക്കൊണ്ട്, മൗദിഇ എന്ന പദത്തിന്റെ മേൽ ചുമത്തിക്കൊണ്ട് പറ്റും. കാരണം എന്താണ്? ഫയകൂനു ഫീഹി തഅരീഫ് വഅദഹു. അപ്പോൾ പിന്നെ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? തഅരീഫ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞത് രണ്ട് കാരണം ഉണ്ടെങ്കിൽ ഒരു മുൻസരിഫാക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ തഅരീഫ് എന്ന് പറഞ്ഞ ഒരൊറ്റ കാരണമേ ഉള്ളൂ. വ ലക നിനക്ക് അനുവദനീയമാണ്, അല്ലാ തസ്രിഫഹ നീ അതിനെ വൈറു മുൻസരിഫാക്കലും അനുവദനീയാണ്. ഇപ്പൊ തഖൂൽ എന്നിട്ട് നീ പറയും മറർത്തു ബി വാസിത്ത, കണ്ടോ വാസിത്ത എന്ന് പറയും, തൻവീനോട് കൂടുതൽ ജറുണ്ടാവില്ല. അതെങ്ങനെയാണ് അങ്ങനെ ചെയ്യല്? ഹംലൻ അലൽ ബുക്അത്തി, ബുക്അത്ത് എന്നതിന്റെ മേൽ ചുമത്തിക്കൊണ്ട്. ബുക്അത്ത് എന്ന് പറഞ്ഞാലും സ്ഥലം തന്നെയാണ്. അപ്പൊ ബുക്അത്ത് എന്ന ഒരു പേരാണ്, എന്ന ഒന്നായിട്ടാണ് വാസിത്തിനെ ചുമത്തുന്നത് എങ്കിൽ വഹിയ മുഅന്നസുൻ, അത് മുഅന്നസാണ്. ഫതജ്തമിഉ ഫീഹി അപ്പോൾ അതിൽ ഒരുമിച്ച് കൂടി, അത്തഅനീസു തഅനീസും ഒരുമിച്ച് കൂടി, വൽ മഅരിഫത്തു മഅരിഫയും ഒരുമിച്ച് കൂടി, രണ്ടും ഒരുമിച്ച് കൂടി. അപ്പൊ രണ്ടും എന്തായി? അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? അത് ഗൈറു മുൻസരിഫ് ആക്കാം. സ്ഥലത്തിന്റെ പേര്, നമ്മുടെ നാടിന്റെ പേരൊക്കെ അങ്ങനെ തന്നെ. അറബിവൽക്കരിക്കണ സമയത്ത് അങ്ങനെ ചെയ്യാം. ഗൈറു മുൻസരിഫും ആക്കാം, മുൻസരിഫും ആക്കാവുന്നതാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കാശിഫ, ഫൈസ് ഓക്കെ അല്ലേ? യെസ്, അത്രയാണ് ഇപ്പോൾ അതിൽ പറയുന്നുള്ളൂ. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെ പേരുകളെ മുൻസരിഫുമാക്കാം, ഗൈറു മുൻസരിഫുമാക്കാം. ഗൈറു മുൻസരിഫാക്കുമ്പോൾ തഅരീഫ് എന്ന കാരണവും ബുക്അത്ത് എന്നതിൻ്റെ മേൽ സങ്കല്പിച്ചുകൊണ്ട് തഅനീസും അതിൽ ചേർന്ന് രണ്ട് കാരണങ്ങൾ വരുന്നുണ്ട്. ഇനി മുൻസരിഫാക്കുമ്പോൾ തഅരീഫ് മാത്രമേ ഉള്ളൂ, മുദക്കറാകുന്ന മൗലിഇന്റെ മേലാണ് ഇത് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മുൻസരിഫാണ്. രണ്ട് കാരണം ഇല്ലാത്തതുകൊണ്ട് മുൻസരിഫാണ്. ഇതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കണേ അടുത്ത ബസ്സില്. ഒരു മുഅന്നസായ കുറച്ച് ഇസ്മുകൾ, മൂന്നക്ഷരമേ ഉള്ളൂ. ഉദാഹരണം ഹിന്ദ്, ദഅദ്, ജുംല്, ഇതൊക്കെ മൂന്നക്ഷരമുള്ള മുഅന്നസായ ഇസ്മുകളാണ്. ഹിന്ദ് ഒരു പെണ്ണിൻ്റെ പേരാണ്. അങ്ങനെ ഓരോന്നും മുഅന്നസായ ഒന്നാണ്. പക്ഷെ അവിടെ എന്തുണ്ട്? നടുവില് സുക്കൂനാണ്. ഹിന്ദ്. അങ്ങനെയുള്ള ഇസ്മുകളെ എന്ത് ചെയ്യാൻ പറ്റും? സർഫുമാക്കാം, ഗൈറു മുൻസരിഫും ആക്കാം. അതാ പറയുന്നത്. അപ്പൊ എന്താ സർഫാക്കണം? എന്താ സർഫാക്കുന്നത്? അത് മുഅന്നസാണ്. പക്ഷെ മൂന്നക്ഷരം, ചുരുങ്ങിയതൊരു ഇസ്മിനിക്ക് ചുരുങ്ങിയതൊരു മൂന്നക്ഷരമാണ്. നടുവിലൊരു സുക്കൂന് വരുന്ന സമയത്ത് അത് വളരെ നേരിയ അക്ഷരമാണ്. അത് വളരെ നേരിയ അക്ഷരം. അപ്പോൾ പിന്നെ അതൊരു ഇസ്മിൻ്റെ ഒരു രൂപം അല്ല, ഒരു എന്തിൻ്റെ രൂപം? ഒരു മുഅന്നസായ ഒന്നിൻ്റെ രൂപം അതെന്താകുന്നില്ല, വരുന്നില്ല. ശരിക്കും മുഅന്നസിനുള്ള പേര് തന്നെയാണ്, ഒരു പെണ്ണിനുള്ള പേര് തന്നെയാണ്, മുഅന്നസിന് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷെ അതൊരു നടുവില് സുക്കൂനുള്ള ഒരു ഒന്നായതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു? ആ തഅനീസ് അവിടെ നമ്മളൊരു രണ്ടാം നമ്പറായിട്ടാണ് കാണുന്നത്. അപ്പോൾ പിന്നെ അവിടെ തഅരീഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഗൈറു മുൻസരിഫുമാക്കാം. ഇനിയോ സർഫും ആക്കാം. രണ്ടാം നമ്പർ ആണെങ്കിലും മുഅന്നസ് തന്നെയാണല്ലോ, മുഅന്നസും ആണ്, അവിടെ തഅരീഫും ഉണ്ട്. അപ്പോൾ ഗൈറു മുൻസരിഫും ആക്കാം.
അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് ഇഹ്ബിതു മിസ്റൻ, മിസ്റൻ എന്നും പറഞ്ഞിട്ടുണ്ട്, ഉദ്ഖുലു മിസ്റ എന്നും പറഞ്ഞിട്ടുണ്ട്. തൻവീൻ ഇല്ലാതെയും തൻവീനോട് കൂടെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആശയം മനസ്സിലായോ? എവിടെ കാശിഫ ജുമാന? ആ യെസ്. സാദാ മുഹന്നസിനെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. സാദാ മുഹന്നസായ ഒരു പേരും മുഹന്നസും അതുപോലെ താരീഫും ഉണ്ടെങ്കിൽ അത് വെറും ശരിപ്പാവും. ഇത് നടുവിലൊരു സുക്കൂൻ ആയതുകൊണ്ട് നമ്മൾ തന്നെ അതിനൊരു രണ്ടാം നമ്പർ മുഹന്നസായിട്ട് കണ്ട് ഒരു A+ കാറ്റഗറിയിൽ പെടാത്ത ഒന്നായതുകൊണ്ട് ഒരു മുൻസരിഫുമാക്കാം. അത് എന്നാലും അത് മുഹന്നസ് ആണല്ലോ എന്ന നിലക്ക് എന്തുമാക്കാം? മുൻസരിഫും ആക്കാം, ഒരു മുൻസരിഫും ആക്കാം. നോക്കാം. ഫസ്ലുൻ വ ലക, നിനക്ക് അനുവദനീയമാണ്, ഫിൽ അസ്മാഇ, ഇസ്മുകളിൽ, അൽ മുഅന്നസതി, മുഅന്നസതായ ഇസ്മുകളിൽ. എങ്ങനെയുള്ള മുഅന്നസതായ ഇസ്മുകളാണ്? അല്ലത്തി ഹിയ അലാ സലാസത്തി അഹ്റുഫിൻ, മൂന്ന് അക്ഷരങ്ങളുടെ മേലുള്ളതായ മുഅന്നസ്. മൂന്നക്ഷരം മാത്രമാണോ? അല്ല. ഔസത്തുഹാ സാക്കിനത്തുൻ, അതിൻ്റെ മധ്യത്തിലുള്ളത് സുക്കൂനുള്ളതുമാണ്. മധ്യത്തിലുള്ള അക്ഷരം സുക്കൂനുള്ളതുമാണ്. അങ്ങനെയുള്ള ലെറ്ററിൽ പറ്റും. എന്തു പറ്റും? എന്ത് അനുവദനീയമാണ്? ആ എന്ത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല കേട്ടോ. അൻ തസ്രിഫഹ, നീ അതിനെ സ്വർഫാക്കലും, അത്തരം ഇസ്മുകളെ സ്വർഫാക്കാൽ അനുവദനീയമാണ്. ലിഅന്നഹ, കാരണം അവകൾ ഫി ഗായത്തിൽ ഖിഫത്തി, വളരെ നേരിയതാണ്. വളരെ നേരിയതാന്ന് പറയാൻ കാരണം ഈ സുക്കൂനി ഔസത്തിഹ, നടുവിലുള്ളത് സുക്കൂനുള്ളതാണ്. നടുവിലുള്ളത് സുക്കൂനായതിനു വേണ്ടി. അപ്പോൾ ഒരു നേരിയതായതുകൊണ്ട് മുഅന്നസിൻ്റെ ഒരു പവർ അതിന് പൂർണ്ണമായും വരാത്തത് കൊണ്ട് അവിടെ നിനക്ക് സർഫാക്കിയിട്ട് ഹിന്ദുൻ, ഹിന്ദിൻ, ദഅദിൻ, ജുംലിൻ എന്നൊക്കെ പറയാം. വലക്ക, നിനക്ക് അനുവദനീയമാണ്, അൻ ലാ തസ്രിഫഹ എന്ന് പറഞ്ഞിട്ട് അവിടെ അൻ ലാ തസ്രിഫഹ എന്ന് വേണേ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. രണ്ടും ഇവിടെയും അൻ തസ്രിഫ, ഇപ്പുറത്തും അൻ തസ്രിഫ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അൻ ഇവിടെ ഞാൻ ഈ അടിവരട്ട സ്ഥലത്ത് അൻ ലാ തസ്രിഫഹ എന്ന് പറഞ്ഞു. അതിനെ സ്വർഫാക്കാതിരിക്കലും അനുവദനീയമാണ്. കാരണം എന്താണ്? അതായത് സ്വർഫാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വൈറു മുൻസരിഫാക്കലും അനുവദനീയമാണ്. കാരണം ലിഅന്ന ഫിഹ, അതിലുണ്ട്, ആ ഇസ്മുകളിലുണ്ട്, തഅരീഫുണ്ട്, തഅനീസുണ്ട്. എന്താണ് അങ്ങനെ പറ്റുമെന്ന് പറയാൻ കാരണം? വെറുതെ പറയല്ല. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, ഇഹ്ബിതു മിസ്റൻ, ഇഹ്ബിതു മിസ്റൻ എന്ന് പറഞ്ഞു. അവിടെ ഫസ്വറഫ, അത് സ്വർഫാക്കി അല്ലാഹു തആല, മുൻസരിഫാക്കി ഉപയോഗിച്ചു. ലിൽ ഖിഫത്തി, നേരത്തെ പറഞ്ഞ ഖിഫത്ത് ഉണ്ടായതിനു വേണ്ടി, നേർമത ഉണ്ടായതിനു വേണ്ടി. വഖാല ഐദൻ, അല്ലാഹു തആല വീണ്ടും പറഞ്ഞു, ഉദ്ഖുലു മിസ്റ എന്ന് പറഞ്ഞു. ഫലം യസ്രിഫുഹ, അതിനെ അല്ലാഹു തആല എന്താക്കിയില്ല? സ്വർഫാക്കിയില്ല. കാരണം എന്തേ? ലിഅന്ന ഫിഹ തഅരീഫ് വതഅനീസ, തഅരീഫും തഅനീസും ഉണ്ടായില്ലേ? തഅരീഫും തഅനീസും അതിൽ ഉണ്ട്. ഓക്കെ ആണോ? എവിടെ? ഇനി നോക്കണേ. അമ്മാ നഹ്വു നൂഹിൻ, നൂഹ് ലൂത്ത് പോലോത്തത്, നൂഹ് ലൂത്ത് പോലോത്തത്, അത് അനറബിയാണ്, താരീഫുമാണ്. ശരിക്ക് അവകൾ ഓരോ മുൻസരിഫ് ആവുകയാണ് വേണ്ടത്. പക്ഷെ അവകൾ എന്താണ്? ഫഹുവ മുൻസരിഫ്, ഇത് സ്വർഫാണ്, ഇത് സ്വർഫാണ്. ഖാലല്ലാഹു തആല, തെളിവെന്താ? ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ അർസൽനാ നൂഹൻ,
ഖാല അല്ലാഹു തആല ഇന്ന ഫീഹ ലൂത്തൻ ആണോ ഒക്കെ തൻവീനോട് കൂടെ പറഞ്ഞു. ഫസറഫഹുമ അതിനെയും സർഫാക്കി ഇല്ല ഖിഫത്തിന് വേണ്ടി, കാരണം അവിടെ നടുവത്തെ സുക്കൂനാണല്ലോ, നടുവുള്ള സുക്കൂനാണ്. വൈൻകാന ഫീഹിമ അത് രണ്ടിലുണ്ടെങ്കിലും ശരി, അൽ ഉജ്മത്തു ഉജ്മയും തഅരീഫും ഉണ്ടെങ്കിലും ശരി. ഉജ്മ അനറബിയാണ്, തഅരീഫാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലും ഹിഫത്തായതിനു വേണ്ടി, നടുവിൽ സുക്കൂനായതുകൊണ്ട് ഒരു ഹിഫത്ത് ഉണ്ടായതുകൊണ്ട്, നേർമതയുള്ളതായതിനു വേണ്ടി അവകളെ മുൻസരിഫായിട്ടേ ഉപയോഗിക്കുള്ളൂ. ഉജ്മ അത് പവറുള്ള ഉജ്മ ആവണമെങ്കിൽ 3 അക്ഷരത്തിനേക്കാൾ കൂടുതൽ വേണം. ഇബ്രാഹിം, ഇസ്മായിൽ എന്നൊക്കെ പറഞ്ഞ പോലെ 3 കൂടുതൽ വേണം. ക്ലിയർ അല്ലേ? എവിടെ? യെസ്, ഇത്രയാണ് വൈറു മുൻസരിഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വൈറു മുൻസരിഫ് സർഫ് എന്ന് പറഞ്ഞാൽ തൻവീനിനെ നിർബന്ധമാക്കുന്ന ജറ് പ്രവേശിക്കലാണ്. അപ്പോൾ വൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൻവീനെ നിർബന്ധമാക്കുന്ന ജറ് പ്രവേശിക്കാതിരിക്കലാണ്. അതിന് അലിഫ്ലാം ഉണ്ടാവുമ്പോൾ ജറ് വരും, ഇലാഫത്തിൻ്റെ സമയത്തും ജറ് വരും, പക്ഷേ തൻവീനില്ല, ഉണ്ടാവില്ല. സർഫിനെ തടയുന്ന ഫറഉകൾ 9 എണ്ണമാണ്. 9 നമ്മൾ പഠിച്ചു. പിന്നെ നാടിനെ കുറിച്ച് നമ്മൾ എന്തും ചെയ്യാം, രണ്ടും ചെയ്യാം, മുൻസരിഫുമാക്കാം സർഫുമാക്കാം എന്ന് പറഞ്ഞു. പിന്നെ നടുവിൽ സുക്കൂനുള്ള 3 അക്ഷരമുള്ള മുഅന്നസായ ഇസ്മുകൾ, ആ ഇസ്മുകളിൽ വൈറു മുൻസരിഫുമാക്കാം മുൻസരിഫും ആക്കാം എന്ന് പറഞ്ഞു. അതുപോലെ നൂഹ്, ലൂത്ത് ഇതുപോലത്തെ അനറബി ആണെങ്കിലും നടുവിലൊരു സുക്കൂനായതുകൊണ്ട്, ഹിഫത്തായതുകൊണ്ട് അതിനെ സൊറഫ് ആക്കും. അവിടെ ഉജ്മ ഒരു പവറില്ലാത്തതുകൊണ്ട്, 2 കാരണം അവിടെ ഉണ്ടെങ്കിലും, ഉജ്മയും താരീഫും ഉണ്ടെങ്കിലും ശരി, അവിടെ എന്ത് ചെയ്യുന്നില്ല, അത് പരിഗണിക്കുന്നില്ല. ഓക്കെ അല്ലേ? നമ്മളന്ന് പറഞ്ഞോ ഈ കോളം സൈനബ് അലമുമുണ്ട് തൈനീസും പറഞ്ഞോ. ബഅലബക് അലമും തർക്കീബും, അഹ്മദ് അലമും വസ്ന് ഫീലും, അത്തുഷാൻ ഫുലാഫ് സഹറ, ഇബ്രാഹിം ഉസ്മാൻ, അതുപോലെ ഉമർ അഫ്ളൽ, മസാജിദ്, നഅമ. ഇനി ഇവിടെ ഒരു ഗണ്ണിക വായിച്ചിട്ട് വൈറു മുൻസരിഫും കണ്ടുപിടിക്കാനാണ്, അതിൽ ഇല്ലത്തും പറയാൻ കേട്ടോ. ഖറജ്തു ഞാൻ പുറപ്പെട്ടു, മഅ സ്വദീഖി എൻ്റെ കൂട്ടുകാരനോടൊന്നിച്ച്. കൂട്ടുകാരൻ്റെ പേര് യഅഖൂബ് എന്ന എൻ്റെ കൂട്ടുകാരനോടൊന്നിച്ച് ഞാൻ പുറപ്പെട്ടു. വെള്ളമുണ്ട് വേണ്ട, ഞാൻ കഴിച്ചു. മിൻ ന്യൂയോർക്ക്, ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടു. മിൻ ന്യൂയോർക്ക് ഇലാ ജദ്ദത്ത, ജദ്ദയിലേക്ക് പുറപ്പെട്ടു. ഫസ്തഖ്ബലന ഞങ്ങളെ സ്വീകരിച്ചു, അഖിൽ കബീർ എൻ്റെ വലിയ സഹോദരൻ, നുഅ്മാൻ സ്വീകരിച്ചു. അതുപോലെ വജാരി എൻ്റെ അയൽവാസിയും സ്വീകരിച്ചു. അതാരാ? അക്ബർ എന്ന എൻ്റെ അയൽവാസിയും സ്വീകരിച്ചു. സുമ്മ സ്വല്ലൈന ളുഹ്റ പിന്നെ ഞങ്ങൾ ളുഹ്ർ നിസ്കരിച്ചു. റുബാഅ 4 റക്അത്തായിട്ട് ഫി മസ്ജിദി മുളറിലെ പള്ളി ജിദ്ദയിലല്ലേ, അവിടെ നിസ്കരിച്ചു. സുമ്മ തജവ്വൽന പിന്നെ ഞങ്ങൾ ചുറ്റിയടിച്ചു. ഫി സഹ്റാഅ മരുഭൂമിയിൽ. ഫഅസ്ബഹന ഞങ്ങളായി, തഅബാന ക്ഷീണിതനായി, ഞങ്ങൾ ക്ഷീണിച്ചു. സുമ്മ റജഅന പിന്നെ ഞങ്ങൾ മടങ്ങി. ഇലാ മദീനത്തി ജദ്ദ പട്ടണത്തിലേക്ക് മടങ്ങി. ബഹസ്ന ഞങ്ങൾ ചർച്ച ചെയ്തു, അന്വേഷിച്ചു.
അൻ ഫനാദിഖ ഹോട്ടലുകളെ, കുബ്ര വലിയ 5 സ്റ്റാർ ഹോട്ടലുകളെ കുറിച്ച് അന്വേഷിച്ചു. പറയൂ, ഒയർ മുൻസരിഫായത് എത്ര ഉണ്ടെങ്കിൽ അത് ഒയർ മുൻസരിഫുകൾ പറയും. ഒന്നുമില്ലേ? ഈ കോളത്തിലെ ഒയർ മുൻസരിഫുകൾ ഏതൊക്കെയാണ്? ഞാൻ വായിച്ചു. യാക്കൂബ്, പിന്നെ ന്യൂയോർക്ക്, പിന്നെ ജദ്ദ എന്നാണ് പറയാട്ടോ. വല്യമ്മ അല്ലേ നമ്മളെ? ആരാ വല്യമ്മ? നമ്മുടെയൊക്കെ എല്ലാരും വല്യമ്മാരാ. ഹവ്വാ ബീവി സ്വർഗത്തുനിന്ന് ഇറങ്ങിയത് അവിടെ, അവിടെ ജദ്ദാന്ന് പേര് വന്നു. ആദം നബി ഇറങ്ങിയത് എവിടെ? ആദം നബി ഇറങ്ങിയത് എവിടെ? അറിയില്ല? നിങ്ങളൊക്കെ എന്ത് ഇന്ത്യക്കാരാ? ആദം നബി ഇന്ത്യയിലാണ് ഇറങ്ങി. എവിടെ? ഇന്ത്യയിൽ. അന്ന് ഇന്ത്യ ഒറ്റൊന്നായിരുന്നു. ശ്രീലങ്കയും ഒരുപാട് കൂടിയത്. ശ്രീലങ്കയിലെ ആദം മല കേട്ടിട്ടില്ലേ? എന്തൊന്നും പറയാത്ത? കേട്ടിട്ടില്ല? പൈസ അതന്നെ ഇപ്പൊ ഇന്ത്യയിലാണ് ഇറങ്ങിയത്. ഹവ്വാ ബീവി എവിടെ? ജദ്ദയിലും. ജദ്ദ അവിടെ. പിന്നെ അവർ രണ്ടാളും കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ച. അതാണ് അറഫ എന്നതിൻ്റെ പേര്. ഒരു കണ്ട് പരസ്പരം പരിചയം പുതുക്കി. സ്വർഗത്തിൽ സുഖത്തോടെ ജീവിക്കുമായിരുന്നു. അപ്പോൾ അള്ളാഹു ഭൂമിയിലേക്കാണല്ലോ അയച്ചത്. ഖലീഫയായിട്ട് അയച്ചത് ഭൂമിയിലേക്കാണ്. അപ്പോൾ പിന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവരണല്ലോ. അതിനൊരു കാരണം ഉണ്ടായി. അതിൻ്റെ പിന്നിൽ പല പ്രവർത്തനങ്ങളും നടന്നു. അങ്ങനെ രണ്ടുപേരെയും 2 സ്ഥലത്താണ് ഇറക്കുന്നത്. ജദ്ദയിൽ നിന്നൊരു ഏകദേശം 100 കിലോമീറ്റർ വിട്ട് കടന്നാൽ ആണ് അറഫ എത്തുക. അറഫയിൽ പോയിട്ടുണ്ടോ? ഹജ്ജ് ചെയ്തവരുണ്ട് ഇതിൽ? ഉംറ ചെയ്തവരുണ്ട്? കാശിഫ് ഉംറ ചെയ്തിട്ടില്ലേ? എല്ലാവരും ഹജ്ജും ഉംറയൊക്കെ ചെയ്യും. അതിനിപ്പോൾ തന്നെ ദ്വാരക്കണം. ഇതതിനുള്ള സമയമാണ്. ഹജ്ജിൻ്റെ മാസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ ഹജ്ജിനും ഉംറക്കൊക്കെ തൗഫീഖ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അപ്പോൾ അത് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശ്രീലങ്കയിൽ നിന്നൊരു 6-7 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താലാണ് എവിടെ എത്തുക? ജദ്ദയിലെത്തുക. അപ്പോൾ 100 കിലോമീറ്റർ ഹവ്വാ ബീവി നടന്നപ്പോഴേക്കും ഒരു 6000 സംതിങ് കിലോമീറ്റർ ആര് സഞ്ചരിച്ചു? ആദം നബി സഞ്ചരിച്ചു. നമുക്ക് മനസ്സിലായല്ലോ ആണുങ്ങളുടെ പവർ എത്ര ഇരട്ടിയാ? 500-600ഓളം ഇരട്ടി.
അവിടുന്ന് കണ്ടുമുട്ടി. അങ്ങനെയാണ് അറഫ എന്ന് പേര് വന്നത്. ബാക്കി ഇനി അതിലേതാ, ഇനി അതിലേതാ ഉള്ളത്? ഓരോ മുൻസരിഫായത് ഇതാ പറ. പിന്നെ കുറെ ഉണ്ടായില്ലേ? ജുമാന, ഫൈസ, സൊഹറാവ്, പിന്നെ തഅബാൻ, പിന്നെ ജദ്ദ, പിന്നെ ഇനിയുണ്ട് ഇതില് 1 2 3 4 5 ഇനി 5 ആ യെസ്, അക്ബർ. പിന്നെ ഇനി 4 റുബാ, ഓക്കെ. പിന്നെ റജഅന എന്നെങ്ങനെ വരിക? അല്ല, അത് ഫീലല്ലേ, ഇസ്മല്ലേ ഓരോ ചിലപ്പോൾ. ഇനി 2 ഉണ്ട്. മദീന, ആ മദീന, പിന്നെ ഫനാദിക്ക, ഓക്കെ. കുബറ, ഇനി ഒന്നുണ്ട്. ഇനി മുളർ, യെസ്. ഇത്രയുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13. ആ അപ്പോൾ ഓരോരുത്തർക്കും 4 പറയാനുണ്ടാവും, അല്ല 3 പറയാനുണ്ടാവും. പറഞ്ഞോളി. യാക്കൂബ്, യാക്കൂബ് എന്നുള്ളത് ഒരു മുൻസരിഫാവാനുള്ള കാരണം എന്തൊക്കെയാണ്? 2 ഇല്ലത്തുള്ളതാണ്. ആരാ പറയാ? കാശിഫ് പറ. അലമും മുജ്മയും, യെസ്, വെരി ഗുഡ്. അടുത്തത് മിൻ ന്യൂയോർക്ക്. ന്യൂയോർക്ക് എന്നുള്ളത് ഒരു മുൻസരിഫാനുള്ളതാണ്. സ്ഥലപ്പേരാണല്ലോ ന്യൂയോർക്ക്. സ്ഥലപ്പേരാകുമ്പോൾ എന്തൊക്കെയാ പറ്റുക? എന്തൊക്കെയാ വരിക? ഏത്? പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ നേരത്തെ? ഏതൊക്കെയാണ്? മാരിഫയും മുഅന്നസും, ആ തൈനീസും തൈരീഫും ഒക്കെ. ജദ്ദയിലോ? ജദ്ദത്തയിലോ? അതിലോ? അതെ, അതിലോ തന്നെ. നുഅ്മാനു, ഇവിടെ നുഅ്മാൻ. നുഅ്മാൻ എന്നുള്ളതിൽ ഏതാ? അലമും അലിഫുൻ നൂൻ, ഓക്കെ. പിന്നെ അക്ബർ. അലമു മീൻസ് താരീഫ് കേട്ടോ. അലമും താരീഫും ഒന്ന് തന്നെയാണ്. അക്ബർ, അക്ബർ എന്നുള്ളതിലോ? ഞാൻ പറയും
നിദ, അക്ബർ എന്നുള്ളതിൽ എന്തൊക്കെയുണ്ട്? വസൻ ഫീലും താരീഫും ട്ടാ. അഹ്മദ് പറഞ്ഞില്ല നമ്മള്. വസൻ ഫീലും താരീഫും അക്ബർ. പിന്നെ റുബാ, റുബാ എന്നുള്ളതിൽ എന്താ? വസ്ഫും അദിലും. അതായത് തെറ്റിപ്പറഞ്ഞത് ട്ടോ. അർബഅത്ത് എന്നല്ലേ പറയുള്ളൂ. അപ്പൊ റുബാ എന്നാക്കി. പിന്നെ മുളർ, മുളർ സ്ഥലമാണ്. അപ്പോ മുളർ, മുളർ ജുമാന. രണ്ട് കാരണങ്ങൾ ഏതൊക്കെയാ മുളർ എന്നുള്ളതിൽ? സ്ഥലത്തിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞ്? നിത, മനസ്സിലായില്ലേ? രണ്ട് കാരണങ്ങളുമാണ് ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ ആ രണ്ട് കാരണം എന്താന്ന് ചോദിച്ചു. അപ്പോൾ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ എന്തായാലും താരീഫ് ഉണ്ടല്ലോ, പേരല്ലേ, താരീഫ് ഉണ്ട്. പിന്നെ മുഅന്നസിന്റെ മേൽ സങ്കല്പിക്കുമ്പോൾ ഒരു മുൻസരിഫാവും, മുദക്കറിന്റെ മേൽ സങ്കല്പിക്കുമ്പോൾ ഒരു മുൻസരിഫാവൂല, മുൻസരിഫാവും. അപ്പോൾ ഇവിടെ നമുക്ക് മുളരിൻ എന്നൊക്കെ പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതായതുകൊണ്ട് ഒരു മുൻസരിഫാക്കിയതാണ്. സ്വഹറാ അവിടെ സ്വഹറാ തൈനീസും അലം ഇതും ട്ടാ. തൈനീസും അലമും അതിൽ അംദൂദാന്റെ അലിഫാണത് സ്വഹറാ. അപ്പോൾ തൈനീസും അലമും. പിന്നെ തഅബാൻ, ക്ഷീണിതൻ എന്താ വരിക? അലമല്ല, ക്ഷീണിതന് പേരിടൂലല്ലോ, വസ്ഫ്, വസ്ഫ വരിക. ക്ഷീണിതനായ എന്നല്ലേ അർത്ഥം. അപ്പൊ റാത്ത് വേറുണ്ടാവും, അതിന്റെ ഫറാണ്. മദീനത്ത് ജദ്ദാത്ത് ഒക്കെ. ഫനാദിക്ക്, ഫനാദിക്ക് എന്താ? മസാജിദ് പോലെ മുൻതഹൽ ജമ്മ് ട്ടാ. മസാജിദ് പറഞ്ഞില്ല നമ്മൾ. കുബ്ര അത് തൈനീസ്, മക്സൂറായ തൈനീസ്. അപ്പൊ അലമും വസ്ഫും തൈനീസും, വസ്ഫും തൈനീസും മറക്കരുതേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു ഇസ്മിനെ കണ്ടാലും നമ്മൾ ഒരു മുൻസരിഫാണോ മുൻസരിഫാണോ എന്ന് പറയാൻ കഴിയണം. ഏതൊരു ഇസ്മിനെ. ഇപ്പൊ സ്വദീഖ് കൂട്ടുകാരൻ എന്നാണ്, ചങ്ങാതി, അത് ഇസ്മാണ്. അത് അലം എന്താണ്? ചങ്ങാതി, ചങ്ങാതി എന്ന് പറഞ്ഞാൽ അത് വസ്ഫാണത്. പക്ഷെ അതിൽ വേറൊന്നുമില്ല, വേറൊരു ഫറയ്യത്തുമില്ല. അഹുൻ സഹോദരൻ, അതും ഏകദേശം ഒരു വസ്ഫ് പോലെയാണ്, അതിൽ വേറൊരു ഫറയ്യത്തില്ല. ഇതിൽ നമ്മൾ കണ്ടതൊക്കെ അങ്ങനെ തന്നെ. മസ്ജിദ്, മസ്ജിദ് അത് എന്താണ്? ഒരു ഇസ്മാണ്, പക്ഷെ അതിൽ ഫറയ്യത്ത് രണ്ടെണ്ണല്ല. ഓക്കെ.
അടുത്ത് നമ്മൾ എണ്ണത്തെക്കുറിച്ച് പറയുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഈ കോളത്തിലുള്ളത് നാളെ നമുക്ക് എടുക്കാം, അടുത്ത ദിവസം എടുക്കാം. നോക്കി, നമ്മൾ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എത്ര? ജുമാന, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എത്ര? ഫൈസ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എത്രയാണ്? എണ്ണാണെങ്കിൽ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് എത്ര എണ്ണ? കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്, ഒന്ന് പറയാം. നിത, കാശിഫ, ഒന്ന്. ഒന്നാണ് ഏറ്റവും ചെറിയ എണ്ണ സംഖ്യ. എണ്ണുമ്പോൾ ഏറ്റവും ചെറുത് ഒന്നല്ല എണ്ണ. ഒന്ന് മുതലല്ലേ എണ്ണ? 1, 2, 3 എന്നല്ല എണ്ണ. ഏറ്റവും ചെറിയ എണ്ണ സംഖ്യ ഒന്നാണ്. എന്തത്ര ആലോചിച്ച് ഭയങ്കര ആലോചന നടത്തിയ, ന്യൂട്ടന്റെ ആലോചന നടത്തിയ ജുമാന. അപ്പൊ ഒന്ന് മുതൽ എണ്ണ. ഒന്ന് ഒരു ഒരു ഇസ്മിന്റെ പ്രത്യേകത തന്നെ എണ്ണ എന്നുള്ളത്. ഫീൽഡിന്റെ പ്രത്യേകത അല്ല, ഇസ്മിന്റെ പ്രത്യേകത. അപ്പൊ നമ്മള് ഒരു മനുഷ്യൻ, റജുലുൻ, അല്ലെങ്കിൽ ഒന്ന്, വാഹിദുൻ, അഹദുൻ, പെണ്ണാവുമ്പോ വാഹിദത്തുൻ എന്ന് പറയും. ഇമ്രഅത്തുൻ, പെണ്ണ്. റജുലുൻ, രണ്ടാവുമ്പോ റജുലിനെ റജുലാനി എന്നാക്കും. ഇമ്രഅത്തുൻ, ഇമ്രഅത്താനി എന്നാക്കും. അപ്പൊ ഇസ്നാനി അങ്ങനെയാക്കും. ഇസ്നാനി എന്നും പറയും, ഇസ്നൈനി എന്നും പറയും. ജെറിന്റെ നെസ്മിന്റെ അവസരത്തിൽ, റഫിന്റെ അവസരത്തിൽ ഇസ്നാനി പറയും. ഇസ്നത്താനി, പെണ്ണാണെങ്കിൽ രണ്ട് മുഅന്നസിനെ രണ്ടെങ്കിൽ ഇസ്നത്താനി എന്ന് പറയും. അപ്പോൾ ഒന്ന് എന്നുള്ളത് ഇസ്മിന്റെ പ്രത്യേകതയാണ് എണ്ണ എന്നുള്ളത്. ഒന്ന് എന്നുള്ളത് നമ്മൾ ഒരു മുസ്ലിം എന്ന് പറയണമെങ്കിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഒരാൾ എന്നാകുമ്പോൾ റജുൽ എന്ന് പറയണം. ഒന്ന് എന്നാണെങ്കിൽ വാഹിദുന്നോ അഹദുന്നോ, അത് മുദക്കറിനെ. പെണ്ണാകുമ്പോൾ വാഹിദത്തുന്നോ ഇഹദ എന്നോ പറയണം. രണ്ടാവുമ്പോൾ ഇസ്നാനി ഇസ്നത്താനി, അല്ലെങ്കിൽ രണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം? എന്താണ്? തസ്നിയാക്കുക ഇസ്മിനെ. കിതാബുൻ കിതാബാനി, മുസ്ലിമുൻ മുസ്ലിമാനി, അങ്ങനെയൊക്കെ. ഇനി 3 മുതൽ 10 ഉൾപ്പെടെ, 3 മുതൽ 10 ഉൾപ്പെടെ നമ്മൾ ആ ഇസ്മിനെ എന്താകും? ഇസ്മിനെ ബഹുവചനാക്കും. ഇസ്മിനെ എന്താക്കും? ബഹുവചനാക്കും. ആണോ? ഇവിടെ ഉദാഹരണം നോക്കുന്നത് സമാനിയത്തു അയ്യാമിൻ, 7-8 ദിവസങ്ങൾ. യൗമ്, യൗമ് എന്നുള്ള ഒന്നിരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്തു? അയ്യാമിൻ ആക്കി. അയ്യാമ് എന്നാക്കി, ബഹുവചനാക്കി യൗമിനെ. അപ്പൊ സമാനിയത്തു അയ്യാമിൻ. അടുത്ത നോക്കുന്നത് സബ്ഉ സമാവാത്തിൻ, 7 ആകാശങ്ങൾ. ഒന്നിൽ താ ഉണ്ട്, ഒന്നിൽ താ ഇല്ല. സമാനിയത്തു എന്നുള്ളടത്ത് താ ഉണ്ട്, സബു എന്നുള്ളടത്ത് താ ഇല്ല. അതെന്താണ്? യൗമ് എന്നുള്ളത് മുദക്കറാണ്. മുദക്കറിനെ എണ്ണുമ്പോൾ താവ് കൊടുക്കണം. സമാ എന്നുള്ളത് മുഅന്നസാണ്. മുഅന്നസിനെ എണ്ണുമ്പോൾ താവ് കൊടുക്കണ്ട, സബു എന്നുള്ളത്. മനസ്സിലായോ? മുദക്കറായ ഒന്നിനെയാണ് എണ്ണുന്നെങ്കിൽ താവ് കൊടുക്കണം. മുഅന്നസായ ഒന്നിനെയാണ് എണ്ണുന്നെങ്കിൽ എന്ത് കൊടുക്കണ്ട? താ കൊടുക്കേണ്ടതില്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് നോക്ക് നിങ്ങൾ. അപ്പോൾ 1, 2, 3, പിന്നെ 1, 2, 3 മുതൽ 10 ഉൾപ്പെടെ ആയിട്ടോ.
10 ദിവസം എന്നാണെങ്കിൽ അഷറത്തു അയ്യാമി എന്ന് പറയണം. 3 ആകാശമാണെങ്കിൽ സലാഹു സമാവാത്തി എന്ന് പറയും. ഇനി 11 ആണ് മുദക്കറിനെ എണ്ണിച്ചെങ്കിൽ അഹദ അഷറ, ഒരു മുഅന്നസിനെ എണ്ണിച്ചെങ്കിൽ ഇഹദ അഷറത്ത, അഹദ അഷറ അഖൻ 11 സഹോദരന്മാർ, ഇഹദ അഷ്റത്ത ഉഖ്തൻ 11 സഹോദരിമാർ. ആണോ 11 പെണ്ണായപ്പോൾ ഇഹദ അഷ്റത്ത. 12 നോക്ക് നിങ്ങൾ, ഇസ്ന അഷറ, ഇസ്നത്ത അഷറ, അഷ്റത്ത നോക്ക്. ഇസ്നൈ അഷറ, ഇസ്നൈ അഷറ ത്വാലിബൻ. അല്ലംതു ഞാൻ പഠിപ്പിച്ചു, ഇസ്നൈ അഷറ 12 ആൺകുട്ടികൾക്ക് പഠിപ്പിച്ചു. ഇസ്നൈ എന്നുള്ളത് മഫ്ഊലായതുകൊണ്ട് അലിഫ് മാറി യാ വന്നാട്ടോ, മഫ്ഊലായതുകൊണ്ട്. വസ്നത്തൈ അഷറത്ത ത്വാലിബത്തൻ, പെൺകുട്ടികളാണ് ത്വാലിബത്ത്, മറ്റേത് ത്വാലിബ എന്നുള്ളത് ആൺകുട്ടികളാണ്. അപ്പോൾ ത്വാലിബൻ എന്നുള്ളത് ആയപ്പോൾ ഇസ്നൈ അഷറ എന്ന് പറഞ്ഞു. ത്വാലിബത്ത് ആയപ്പോൾ എന്ത് ചെയ്തു, ഇസ്നത്തൈ അഷറ. ഓക്കെ, എവിടെ ക്ലിയർ അല്ലേ? ഇവിടെ ജുമാന ഇവിടെ ഒന്നും മുണ്ടുന്നില്ലല്ലോ. ജുമാന ജുമാന പോയോ? ഇല്ല. നമ്മൾ എണ്ണനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ 1, 2 പറഞ്ഞു, 3 പറഞ്ഞു, 3 മുതൽ 10 വരെ പറഞ്ഞു, 11, 12 പറഞ്ഞു. ഇനി 13 മുതൽ 19 വരെ. സലാസത്ത അഷറ, തിസ്അത്ത അഷറ, സലാസ അഷ്റത്ത തിസ്അ അഷ്റത്ത. അവിടെ പെണ്ണായതുകൊണ്ട് അഷ്റത്ത് എന്നായി, മറ്റോടത്ത് താവ് പോയി, സലാസ് എന്നുള്ളടത്ത് താവ് പോയി. ഇവിടെ ആണായതുകൊണ്ട് എന്ത് ചെയ്തു, അഷറ എന്ന് പറഞ്ഞു, താവ് വരികയും ചെയ്തു. താവ് വന്നു. നേരത്തെ നമ്മൾ സലാസത്തിൽ വന്നില്ലേ, അതേപോലെ തന്നെ ഇവിടെ താവ് വന്നല്ലോ, മുകളിൽ ഇവിടെയും താവ് വന്നു. പക്ഷേ അഷറയിൽ താവ് വന്നില്ല. അഷറയിൽ എന്താണ് ശേഷമുള്ളത് എണ്ണുന്നത് മുദക്കറായതുകൊണ്ട് അഷറാണ്. ഇവിടെ അഷറത്തിൽ മുഅന്നസ് ആയതുകൊണ്ട് അഷറത്തിൽ താവ് വന്നു, സലാത്തിൽ താവ് വന്നില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, സിത്തത്ത അഷറ ത്വാലിബൻ 16 വിദ്യാർത്ഥികൾ, സിത്ത അഷ്റത്ത ത്വാലിബത്തൻ 16 വിദ്യാർത്ഥിനികൾ. വിദ്യാർത്ഥിനികൾ 19 വരെ ആയിട്ടാ. ഇനി 20 ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. 20, 30, 90 കെട്ടുകളാട്ടോ, റൗണ്ട് ഫിഗർ. 20, 30 അതൊക്കെ ഒരേപോലെ തന്നെ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒക്കെ. 20, 30, 90, 90. നസ്ബിൻ്റെയും ജറിൻ്റെ അവസരത്തിൽ തിസ്ഈന എന്ന് യാവ് കൊണ്ട് ചെയ്യും. അതുപോലെ റഫിൻ്റെ അവസരത്തിൽ വാവ് കൊണ്ടും സലാസൂന. ഇവിടെ കണ്ടോ, സലാസൂന തുഫാഹത്തൻ 30 ആപ്പിള്, സലാസൂന മൗസൻ 30 പഴം. അപ്പോൾ ഇനി പെയിന്റ് ഇല്ല അല്ലേ? ഇതിൻ്റെ കൂടെ 21, 22 അപ്പോൾ നമ്മൾ 20, 30, 40 ആയി. 21 എന്നാണെങ്കിലോ 20, 21, 22 അങ്ങനെയൊക്കെ ആണെങ്കിൽ വാഹിദുൻ വ ഇശ്റൂന. ഇവിടെ നോക്കി നിങ്ങൾ, വാഹിദുൻ വ ഖംസൂന റജുലൻ, വാഹിദത്തുൻ വ ഖംസൂന ബിൻതൻ. പെണ്ണായപ്പോൾ വാഹിദത്തുന്നായി, വാഹിദുൻ. ഇനി 3 മുതൽ 9 വരെ 23, 24 അങ്ങനെ 29 വരെ ഉണ്ട്. അപ്പോൾ
അപ്പോൾ സലാസത്തിൻ തിസ്അത്തിൻ, മറ്റേത് സലാസിൻ തിസ്ഇൻ കേട്ടോ. നോക്കുകളെ, സലാസത്തുൻ വൈഷുറൂന 23 കലമൻ പേന, അത് ആണുങ്ങളാണ്. കലം പേന മുദക്കറാണ്. അപ്പോൾ എന്ത് ചെയ്തു? സലാസത്തുൻ വൈഷുറൂനാണ്. സലാസത്തുൻ വൈഷുറൂന. ഈ വറക്കത്തൻ പേജ്, പേജ് മുഅന്നസാണ്. വറക്കത്ത് താവുണ്ടല്ലേ, നോക്കുമ്പോൾ. അപ്പോൾ സലാസുൻ ആയി, ഇവിടുന്ന് താവ് ഒഴിവാക്കി. സലാസുൻ വൈഷുറൂന വറക്കത്തൻ. ലാസ്റ്റ് വൺ മിഅത്ത് അൽഫ്, 100 1000. അപ്പം എങ്ങനെ വരിക? അത് നമ്മൾ എന്ത് ചെയ്യും? സിംഗുലർ ഫോമിലേക്ക് ഇലാഫ്റ്റ്. മുദക്കറാണെങ്കിലും എന്താണെങ്കിലും മനസ്സാണെങ്കിലും. മിഅത്തു കിതാബിൻ കണ്ടോ, ഏകവചനത്തിലേക്കാണ് ഇലാഫ്റ്റ് ചെയ്തത്. 100 കിതാബ്. അൽഫു റജലിൻ 1000 പുരുഷന്മാർ. ഇങ്ങനെ നമ്മൾ 1000 വരെ എണ്ണി. ഇപ്പം അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഇത് എങ്ങനെ ചേർത്ത് വരിക? 1001 അങ്ങനെ മറ്റേത് ചേർന്ന് വരും. 1200 1500 അങ്ങനെയൊക്കെ വരും. ക്ലിയറല്ലേ? നാളെ ഈ വിഷയമാണ് ഇപ്പം അതിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ പറയാം.